ഹലോ ഗൈസ്, അപ്പോ ഇന്നിപ്പോ നമുക്കൊരു കുട്ടി ഡോക്ടർ വന്നിട്ടുണ്ട് നമ്മളെ ചികിത്സിക്കാനായിട്ട്. ഇത് ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്നേ. സൂചി കണ്ടിട്ടാ ഇവിടെ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഇതിന്റെ കൊല്ലോ. നിങ്ങൾക്ക് മിഠായി ഇങ്ങക്ക് വേറെ ആരും കൂടുന്നിട്ടില്ല. എന്തിനാ സ്വന്തം ഫ്രണ്ട്സ് അടക്കം കൂടുന്നിട്ടില്ല. മിഠായി കഷ്ണം കാരക്കന്റെ കഷ്ണം കൂടുന്നിട്ടില്ല. അപ്പൊ നമ്മള് കിടന്ന് ഉറങ്ങുന്ന സമയത്താണ് എന്നെ നീപ്പിച്ച് നിങ്ങൾക്ക് സൂചി അടിക്കാണ്ട് നിങ്ങളെ ചികിത്സിക്കാണ്ട് ഇതൊക്കെ ഡോക്ടർ ഇങ്ങനെ പാത്രത്തൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്താന്ന് പറഞ്ഞുതരും. എന്തിനാ ഗുളിക കുടിച്ചാല് ഗുളിക ഇട്ടാണ്ട് ക്ലാസ് ഇട്ട് കലക്കാൻ. ഇതാണ് ഗുളിക ബോട്ടിലാണ് ഇട്ടത്. ഇതാണ് ഗുളിക ബോട്ടില്. പിന്നെ സൂചി ഓൾക്ക് വേറെ ഒന്നും ഇല്ലാഞ്ഞിട്ട സൂചി. ലിസ്റ്റ് എഴുതണ്ടേ? ലിസ്റ്റ് എഴുതണം. ആദ്യം ഞാന് എനിക്ക് ലിസ്റ്റ് തരണം. ഓക്കെ. അതെന്തിനാ എനിക്ക് എഴുതാനാ? എന്നാ വേഗം ചികിത്സിക്ക്. നോക്ക് തുടങ്ങിക്കോ. ചികിത്സക്ക് എനിക്ക് സൂചി കുത്തിയിട്ട് കിടന്ന് ഉറങ്ങണം ഇവിടെ. അപ്പൊ ഡോക്ടറിന്റെ പണി തുടങ്ങി കഴിഞ്ഞു. പണിയായുധങ്ങളൊക്കെ ഇതട്ടാ, ഇതൊക്കെയാണ് പണിയായുധങ്ങൾ. ഇത് ഗുളിക ബോട്ടില്, ഇത് ഈ സ്പൂൺ പറയുമ്പോ ഇത് ഗുളിക വെട്ടാനുള്ളത്, ഇത് ഗുളിക കലക്കാനുള്ളത്, കലക്കാനുള്ള പാത്രം ഒക്കെ ഉണ്ട് ഇതില്. നോക്കിക്കോ, ആദ്യം സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്ക് എന്തൊക്കെ കുഴപ്പം. അതാ എത്തൂലൊക്കെ ഇവിടെ കേറിയിരുന്നോ? കുട്ടി സിയ ഡോക്ടർ ഇതെന്താ സൂചിയ? ഫസ്റ്റ് സൂചി മയക്കി കെടുത്തിടുന്ന തോന്നുന്നത്. ഇതിന്റെ മയക്കി കെടുത്തിക്കാനാണ് ഓളെ എല്ലാ പരിപാടി. എന്നിട്ട് സൂചി അടിച്ച് ഇതെന്താ? നല്ല മോഡേൺ ഡോക്ടറാണ്. ഡ്രസ്സിംഗ് ഇതിങ്ങനെയൊക്കെയാണ് നമുക്ക്. അരയില് മാല, അടിപൊളി ഡോക്ടറാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് മറ്റേ കയ്യില് ഒരു എക്സസൈസ് ഉണ്ട്. നോക്ക്, ഇരുന്ന് കൊടുക്കും. ഉണ്ടോ? ഹാർട്ട് ബീറ്റ് ഉണ്ടോ? ഞാൻ ജീവനോടുണ്ടാ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം കണ്ടെത്തി ഡോക്ടറെ? ഇല്ല, എന്താണ്? കയ്യിനല്ലല്ലോ പ്രശ്നം, കണ്ണിനാണ്. ഇന്നെ നോക്ക്, വേഗം ഗുളിക ഇഞ്ചക്ഷൻ ഒക്കെ കണ്ടു കൊടുത്തോ. കുറച്ച് ഗ്ലൂക്കോസ് എടുത്തിട്ട് അവിടെ കെടുത്തിക്കളാ. ഞാൻ മയങ്ങി കിടന്നാൽ ഈ കൈ ഉണ്ടാ നോക്കണേ. ഇതെവിടെ എവിടെ ഇതാവോ? ചൂടെടുക്കുന്നുണ്ട്. പേര് സൽമാൻ. സൽമാൻ, പേര് സൽമാൻ. സ്പെല്ലിംഗ് പറഞ്ഞാണ് ചൂടെടുത്തിട്ട് സൽമാൻ. അപ്പൊ ഡോക്ടർ പേരൊക്കെ ഇതിന്റെ വയസ്സ് ഇതുണ്ടാ? വയസ്സിന്റെ ആവശ്യമില്ല, പേര് മതി. അടുത്തെന്താ? അടുത്ത് പറ. ഡോക്ടർ സ്ലോ ആണ്. ഡോക്ടർ തലക്ക് ചോറിയുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്താ മറന്നു വയ്ക്കണേ ഡോക്ടർ? ഡോക്ടർ പഠിച്ചു വരുന്നുള്ളൂ. ഡോക്ടർ ഇഞ്ചക്ഷൻ എവിടെ വെക്കണേ? ഇവിടെ വെച്ചോ.
കുത്തി കുത്തി കുത്തി. ഉഫ്, വേദന ഉണ്ടോ? അയ്യോ. അടുത്തത് ഇനി പല്ലിന് കുഴപ്പമുണ്ടോ? പല്ലിന് വേണ അത് പറയാ ഫീസ് തരൂലേ? ഫീസ് ഇല്ല, ഫ്രീ കൺസൾട്ടേഷൻ ആണ്. ഇതാണല്ലോ ഇത്. ഇതിന്റെ മറ്റേതാണ് ഇൻഷുറൻസ് കാർഡും മറ്റേ ഹെൽത്ത് കാർഡൊക്കെ. ഹെൽത്ത് കാർഡ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ? ബാഗിലാണ്, ബാഗിൽ മറന്നു വെച്ചിരുന്നു. ഡോക്ടർക്ക് വീട്ടിലിരുന്നപ്പോ സ്റ്റിക്കറൊക്കെ ഉണ്ടാ? ഡോക്ടർക്ക് വീട്ടിലിരുന്നപ്പോ ഓർമ്മ വന്നതാ ഇങ്ങനെ ഉണ്ടെന്ന്, ഇങ്ങനെ ചികിത്സിക്കാനുണ്ട് മാനിക്കാക്കാനേന്ന്. എന്നാലും അവള് ഓർമ്മ ആക്കിയുള്ള സാധനം മൊത്തം എടുത്ത് വന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് അവളെ അമ്മച്ചി ചോദിക്കുന്നുണ്ട് ജിയോ എവിടെയെന്ന്. എനിക്ക് പറഞ്ഞിട്ട് വരുമ്പോ മാൻകാക്കാനൊന്ന് നോക്കിട്ട് വരാ, കൊറേ ദിവസമായില് തട്ടിയിട്ട് അങ്ങനെ വന്നതാണ്. വേഗം വീഡിയോ കണ്ടാ മതി. അതാ ഉപ്പും കുരുമുളകൊക്കെ ഇടുന്നുണ്ട്. ഞാൻ ഗുളികട്ട് കലക്കാണ്. അതൊക്കെ എന്നിട്ട് നല്ലോട്ട് കുഴക്കും. കലക്കി ഞാൻ കുടിക്കണ്ടേ? ഇനി ഇത് കുടിക്കണം. വേദന കുറവുണ്ടോ? വേദന കുറവുണ്ട്. എത്ര ദിവസം കൊണ്ട് മാറും ഡോക്ടറെ? എത്ര ദിവസം കൊണ്ട് ഇത് മാറും ഈ കൈമത്തെ മുറിവ്? 2 മാസത്തിനല്ലേ? ഇഞ്ചക്ഷൻ ഉണ്ട്, മിനിറ്റിനാണ് ഇഞ്ചക്ഷൻ. റെസ്റ്റ് എടുക്കണം അല്ലേ? മരുന്ന് നല്ലപോലെ കുടിക്കണം. എത്ര നേരമൊക്കെയാണ്? എത്ര നേരാണ്? 3 നേരം. 3 നേരം ഉണ്ട്. 3 നേരം കുടിക്കാം. 3 നേരം ഞാൻ കുടിക്കട്ടാ. അപ്പൊ ഡോക്ടർ എന്താണ് കഴിഞ്ഞ പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ? പെണ്ണിപ്പോ ഇതല്ലേ പിന്നെ ഡോക്ടർക്ക് കണ്ടു കാണൂല. ഐ ഡോക്ടർ പോയി കാണിക്കണേ. അപ്പൊ ഗുളികക്ക് പേര് ചെയ്തിട്ടുണ്ട്. ഇത്ര നേരം എന്നൊക്കെ ഇത് ഗുളിക എഴുതുന്നുണ്ട് കേട്ടാ. ഗുളിക പാക്കറ്റിൽ എഴുതുന്നുണ്ട്. ഇത് രാത്രിക്കത്തെ ഗുളിക. ഇതെന്താ ഇതിങ്ങനെ ഇതാക്കാനെ മസാജ് ചെയ്യാനാ? നല്ല രസം കേട്ടോ മസാജ്. ഓക്കെ. അപ്പൊ 3 നേരമുള്ള 2 നേരം കിട്ടി. അപ്പോ ഇന്നത്തെ ഡോക്ടറിന്റെ ചികിത്സ ഒക്കെ കഴിഞ്ഞ് ഡോക്ടറെ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. അപ്പൊ ഡോക്ടറെ അപ്പൊ ഓക്കെ ബൈ. അപ്പൊ ഇനിയും വരണട്ടാ. അപ്പൊ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മച്ചിലേക്ക് വിളിച്ചിട്ട് അപ്പൊ ഇനി വരണം ഇന്ന് പരിശോധിക്കാന്. അപ്പൊ നോമ്പുണ്ടോ ഡോക്ടറിന്? നോമ്പില്ല. അപ്പൊ ഓക്കെ ബൈ. അപ്പൊ എല്ലാരോടും ബൈ എന്ന് പറഞ്ഞു. ഓക്കെ ബൈ.